എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ST കിച്ചൻ വേഡിലേക്ക് സ്വാഗതം. ഇന്ന് വഴുതനങ്ങ കൊണ്ട് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു നാടൻ ഒഴിച്ച് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വഴുതനങ്ങ എടുക്കുമ്പോൾ മുറ്റാത്ത നല്ല പിഞ്ച് വഴുതനങ്ങ നോക്കി എടുക്കണേ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് റൗണ്ടിന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ അതവിടെ ഒന്ന് റൗണ്ടിന് കട്ട് ചെയ്തെടുക്കുകയാണ്. അധികം കട്ടി കുറച്ചല്ല, ഇത്തിരി കട്ടിക്ക് വേണം നമുക്ക് അതിനെ ഒന്ന് മുറിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ അതവിടെ വഴുതനങ്ങ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറുത്ത് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇനി ഈ ഒരു സമയം നമുക്ക് ഇതിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ അളവിൽ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പം ഞാനവിടെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് നമുക്ക് ആ ഒരു ഇത് വഴുതനങ്ങയിൽ പുരട്ടി വയ്ക്കാൻ കണക്കിന് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ അരപ്പ് നല്ലതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ആ വഴുതനങ്ങയിൽ ഈ അരപ്പെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനവിടെ വഴുതനങ്ങയിൽ മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ച ശേഷം ഇതിലേക്ക് നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ അത് എല്ലാം ഒന്ന് നിരത്തി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് തീ കുറച്ച് വെച്ച് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് 2 സൈഡും നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ചോറിൻ്റെ ഒപ്പം വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു വഴുതനങ്ങ മോര് കറി മാത്രം മതി കേട്ടോ, നമുക്ക് വയറ് നിറയെ ചോറ് കഴിക്കാൻ. അപ്പോൾ ഞാനവിടെ ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി തിരിച്ച് മറിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അധികം മൊരിഞ്ഞു പോകണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ഞാനവിടെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. 2 സൈഡും ഒന്ന് തിരിച്ച് മറിച്ചു വിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. നല്ല സോഫ്റ്റായി വരണം. ആ ഒരു വഴുതനങ്ങ വെന്ത് നല്ല ഒന്ന് സോഫ്റ്റായി കിട്ടണം. അപ്പോൾ ഞാനവിടെ വഴുതനങ്ങ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അധികം കരിഞ്ഞു പോകാതെ തന്നെ നല്ലൊരു ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് വഴുതനങ്ങ തയ്യാറാക്കിയെടുക്കാൻ. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. നമുക്ക് കുറച്ച് അളവിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ കുറച്ച് മാത്രം ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. അടുത്തതിലേക്കൊരു 3-4 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കടുകും എല്ലാം നല്ലതുപോലെ ഒന്ന് പൊട്ടി അതൊന്ന് വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളി അത് ഇതുപോലെ റൗണ്ടിന് കട്ട് ചെയ്തതാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വശക്കിയെടുക്കണം. അധികം മൊരിഞ്ഞ് വരണ്ട, നമുക്കൊന്ന് ആ ഒരു ഉള്ളിയെല്ലാം നല്ലതുപോലെ വാടി ഒന്ന് കളറൊന്ന് മാറി വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും വീഡിയോ ഞാൻ കാണുന്നുണ്ട്. പിന്നെ ചിലർ വീഡിയോ കാണാൻ പറ്റിയിട്ടില്ല, അത് കുറച്ച് തിരക്കായത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോയും കാണാം കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഞാൻ ഇവിടെ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് കണ്ടോ. അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് തൈര്, ഞാൻ ഇവിടെ ഒരു വലിയ കപ്പ് അളവിൽ തൈര് മിക്സിയുടെ ജാറിൽ വെച്ച് അടിച്ച ശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കലക്കി വെച്ചിരുന്നതാണ്. അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യണം. പിന്നെ നമുക്ക് ആ ഒരു ചട്ടിയുടെ ചൂടിൽ തന്നെ ആ ഒരു തൈര് നല്ലതുപോലെ ചൂടായി കിട്ടും. ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന ആ ഒരു വഴുതനങ്ങയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ആ ഒരു തൈരും നമ്മളിതിലൊക്കെ ഉപ്പ് കണക്കിനാണ് ചേർത്ത് കൊടുക്കുക. നമ്മൾ കാരണം വഴുതനങ്ങയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കി വേണം എല്ലാത്തിനും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ആ ഒരു ചട്ടിയുടെ ചൂടിൽ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ.
അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ വഴുതനങ്ങ മോര് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. നമ്മൾ ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ വേറെ ഒരു കറികളും വേണ്ട. ഈ ഒരു വഴുതനങ്ങ കറിയും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ST കിച്ചൻ വേഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.